Hi everyone. Prelims examine വേണ്ടിയിട്ടുള്ള 42ാമത്തെ ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ SCRT ബുക്ക് സോഷ്യൽ സയൻസ് ആണ് പഠിക്കുന്നത്. ഇനി ഒരാഴ്ചയോട് കൂടി നമുക്ക് സോഷ്യൽ സയൻസ് തീർക്കാം. ഒരു 50 ക്ലാസ്സോട് കൂടി സോഷ്യൽ സയൻസ് തീർക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കേ, ഇന്ന് 42ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എല്ലാ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. SCRT ബുക്കിൽ പറയുന്ന കാര്യങ്ങളും അതിന് പുറമെ നിന്നുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തവയിൽ അനുശീലൻ സമിതി രൂപീകരിച്ചത് ആര്? ആരൊക്കെയാണ് താഴെ കൊടുത്തവയിൽ അനുശീലൻ സമിതി രൂപീകരിച്ചത്? ആൻസർ എന്താണ്? ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസുമാണ്. ഓക്കെ, പുലിൻ ബിഹാരി ദാസും ബരീന്ദർ കുമാർ ഘോഷുമാണ് അനുശീലൻ സമിതി എന്ന സംഘടന രൂപീകരിച്ചത്. ഓക്കെ, ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തവയിൽ അഭിനവ് ഭാരത് സൊസൈറ്റി രൂപീകരിച്ചത് ആര്? അഭിനവ് ഭാരത് സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചത് ആര് എന്നാണ് ചോദിച്ചത്. VD സവർക്കർ ആണ് ആൻസർ. ഓക്കെ, VD സവർക്കർ ആണ് അഭിനവ് ഭാരത് സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചത്. VD സവർക്കർ. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തവയിൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ആര്? അല്ലെങ്കിൽ ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ആരാണെന്നാണ് ചോദിച്ചത്. ലാലാ ഹർദയാലാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. ലാലാ ഹർദയാൽ. ഓക്കെ, ലാലാ ഹർദയാലാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ പോയിട്ട് നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇപ്പം ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് ഓർമ്മയിൽ നിൽക്കും. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും വീഡിയോ കണ്ട ഉടനെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താഴെ കൊടുത്തവയിൽ ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ലാലാ ഹർദയാലാണ്. നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തവയിൽ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് ആര്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയാണ് ചോദിച്ചത്. ആരാണ് ആൻസർ? സൂര്യസെൻ ആണ്. സൂര്യസെൻ ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത്. ആരാണ്? സൂര്യസെൻ. നെക്സ്റ്റ് നോക്കാം. ആരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്? ആരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതെന്നാണ് ചോദിച്ചത്. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലാണ്. ഓക്കെ, ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. ജയപ്രകാശ് നാരായൺ. നെക്സ്റ്റ് നോക്കാം. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വർഷം? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച വർഷമാണ് ചോദിച്ചത്. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. ഓക്കെ, 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. നെക്സ്റ്റ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് എവിടെ വെച്ചിട്ടാണെന്നാണ് ചോദിച്ചത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് എവിടെ വെച്ചിട്ടാണ്? ബോംബെ. ബോംബെയിൽ വെച്ചിട്ടാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. നെക്സ്റ്റ് നോക്കാം. കോൺഗ്രസ് വിട്ട ശേഷം സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് എപ്പോൾ? കോൺഗ്രസ് വിട്ട ശേഷം സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചു. അത് ഏത് വർഷമാണ് എന്നാണ് ചോദിച്ചത്. 1939. ഓക്കെ, 1939 ജൂൺ 22. ഓക്കെ, 1939 ജൂൺ 22 സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത്. നെക്സ്റ്റ് നോക്കാം. റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്ത വർഷം? റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്ത വർഷമാണ് ചോദിച്ചത്. ഏതാണ്? 1942. ഓക്കെ, 1942 റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്തത്. നെക്സ്റ്റ് നോക്കാം. ജപ്പാനിന്റെ സഹായത്തോടുകൂടി സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ദേശീയ പതാക ഉയർത്തിയത് എവിടെയാണെന്നാണ് ചോദിച്ചത്. ജപ്പാനിന്റെ സഹായത്തോടുകൂടി സുഭാഷ് ചന്ദ്രബോസ്
ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത് എവിടാണ്? ഇംഫാലിലാണ്. ഓക്കെ, ഇംഫാലിലാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണെന്നാണ് ചോദിച്ചത്. ആരാണ് ആൻസർ വരുന്നത്? വാഞ്ചി അയ്യരാണ്. ഓക്കെ, വാഞ്ചി അയ്യരാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. വാഞ്ചി അയ്യർ. നെക്സ്റ്റ് നോക്കാം. വാഞ്ചി അയ്യർ വധിച്ച തിരുനെൽവേലി ജില്ലാ കലക്ടർ. വാഞ്ചി അയ്യർ വധിച്ച തിരുനെൽവേലിയിലെ ജില്ലാ കലക്ടറുടെ പേര് എന്താണെന്നാണ് ചോദിച്ചത്. റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയാണ്. ഓക്കെ, റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെയാണ് വാഞ്ചി അയ്യർ വധിച്ചത്. അതിനുശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. അതാണ് അദ്ദേഹം ഫസ്റ്റ് രക്തസാക്ഷിയാകുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി വാഞ്ചി അയ്യരാണ്. അദ്ദേഹം റോബർട്ട് വില്യം ഡെസ്കോട്ടിനെ വധിച്ച ശേഷം എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. നെക്സ്റ്റ് നോക്കാം. വാഞ്ചി അയ്യർ റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെ വധിച്ച വർഷം. എപ്പോഴാണ് വാഞ്ചി അയ്യർ റോബർട്ട് വില്യം ഡെസ്കോട്ടിനെ വധിച്ചത് എന്നാണ് ചോദിച്ചത്. 1911 ജൂലൈ 17-നാണ്. 1911 ജൂലൈ 17-നാണ് വാഞ്ചി അയ്യർ റോബർട്ട് വില്യം ഡെസ്കോട്ടിനെ വധിച്ചത്. നെക്സ്റ്റ് നോക്കാം. വാഞ്ചി അയ്യർ റോബർട്ട് ഡെസ്കോട്ട് ആഷയെ വധിച്ചത് തമിഴ്നാട്ടിലെ ഏത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്? വാഞ്ചി അയ്യർ റോബർട്ട് ഡെസ്കോട്ട് ആഷയെ വധിച്ചത് തമിഴ്നാട്ടിലെ ഏത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണെന്നാണ് ചോദിച്ചത്. ആൻസർ എന്താണ്? മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. മനിയാച്ചി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് വാഞ്ചി അയ്യർ റോബർട്ട് ഡെസ്കോട്ടിനെ വധിച്ചത്. ഏതാണ്? മനിയാച്ചി. നെക്സ്റ്റ് നോക്കാം. വാഞ്ചി ഉയർത്തിയ വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര് എന്നാണ് ചോദിച്ചത്. വാഞ്ചി ഉയർത്തിയ വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി എന്ന് പറഞ്ഞത് മാഡം ഗാമയാണ്. മാഡം ബിക്കാച്ചി ഗാമയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഓക്കെ, മാഡം ഗാമയാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ഏത് പ്രസിദ്ധീകരണത്തിലാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് എന്ന് ചോദിച്ചാൽ വന്ദേ മാതരം എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലാണ്. ഓക്കെ, മാഡം ബിക്കാച്ചി ഗാമയുടെ വന്ദേ മാതരം എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. നെക്സ്റ്റ് നോക്കാം. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചത് ആര്? അതായത് AITUC രൂപീകരിച്ചത് ആര് എന്നാണ് ചോദിച്ചത്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചത് ആര്? NM ജോഷിയും ലാലാ ലജ്പത് റായും കൂടിയാണ് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചത്. NM ജോഷിയും ലാലാ ലജ്പത് റായും. നെക്സ്റ്റ് നോക്കാം. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC രൂപീകരിച്ച വർഷം. ഏത് വർഷമാണ് AITUC NM ജോഷിയും ലാലാ ലജ്പത് റായും കൂടെ സ്ഥാപിച്ചത്, രൂപീകരിച്ചത് എന്നാണ് ചോദിച്ചത്. 1920 ആണ് ആൻസർ. ഓക്കെ, 1920-ലാണ് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ലാലാ ലജ്പത് റായും NM ജോഷിയും കൂടെ രൂപീകരിച്ചത് 1920. നെക്സ്റ്റ് നോക്കാം. തേബാഗ സമരം നടന്നത് എവിടെ വെച്ചിട്ടാണെന്നാണ് ചോദിച്ചത്. തേബാഗ സമരം നടന്നത് എവിടെ വെച്ചിട്ടാണെന്നാണ് ചോദിച്ചത്. ബംഗാളിൽ വെച്ചിട്ടാണ് തേബാഗ സമരം നടന്നത്. തേബാഗ സമരം നടന്നത് ബംഗാളിൽ വെച്ചിട്ടാണ്. നെക്സ്റ്റ് നോക്കാം. നാവിക കലാപം നടന്നത് എവിടെ? എവിടെ വെച്ചിട്ടാണ് നാവിക കലാപം നടന്നത് എന്നാണ് ചോദിച്ചത്. ബോംബെയിലാണ്. ഓക്കെ, ബോംബെയിലാണ് നാവിക കലാപം നടന്നത്. തേബാഗ സമരം ചോദിക്കുകയാണെങ്കിൽ ബംഗാളിലാണ്, നാവിക കലാപമാണ് ചോദിക്കുന്നതെങ്കിൽ ബോംബെയിൽ വെച്ചിട്ടാണ് നടന്നത്. നെക്സ്റ്റ് നോക്കാം. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അവതരിപ്പിച്ചത് എപ്പോൾ? അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് എപ്പോൾ എന്നാണ് ചോദിച്ചത്. 1947 എന്നാൽ മാസം ജൂലൈ. ഓക്കെ, ജൂലൈ 4-നാണ്. ജൂലൈ 4-നാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അവതരിപ്പിച്ചത്. ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് എപ്പോൾ എന്നാണ് ചോദിച്ചത്. പാസ്സാക്കിയത് എപ്പോൾ എന്നാണ് ചോദിച്ചത്. 1947 തന്നെയാണ്
ജൂലൈ മാസം തന്നെയാണ്, എന്നാൽ 18-ാം തീയതിയാണ്. ഓക്കെ, 1947 ജൂലൈ മാസം 18-ാം തീയതിയാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത്. ഓക്കെ, അത് അവതരിപ്പിച്ചത് ജൂലൈ 4-നാണ്, എന്നാൽ പാസ്സാക്കിയത് ജൂലൈ 18. എന്നാൽ അത് നിലവിൽ വന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ 1947 ഓഗസ്റ്റ് 15-നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് പഠിക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സയൻസ് കൂടെ ഉണ്ട്. ഓക്കെ, സയൻസിൽ നമ്മൾ ചലനം ബലം എന്ന് പറയുന്ന ഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 4 വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നു. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ള വീഡിയോസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ചലനവും ബലവും. എന്തായാലും ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് നിന്ന്, ആ ചാപ്റ്ററിൽ നിന്ന് വരും. അപ്പൊ എല്ലാം പഠിച്ചു വെക്കുക. ആ ചാപ്റ്റർ കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് SCRTയിൽ നിന്നുള്ള കാര്യം മാത്രം ഇട്ടുതരും. ഓക്കെ, ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലാത്ത SCRT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ഇട്ടുതരും. അപ്പോൾ ആ ഒരു ഭാഗം, ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.